നമസ്കാരം. ഞാനിപ്പോൾ കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. അപ്പം ഇന്ന് ഇവിടെ ദർശനം നടത്താനായിട്ട് വരികയാണ്. കുറേയധികം ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് തിരുനക്കര മഹാദേവൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് ഇന്നത്തെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമുക്ക് കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. മഹാദേവൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കൊടുങ്ങല്ലൂർ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി വെളുപ്പിനെ 4 മണിക്ക് ഇറങ്ങി തിരുനക്കര ക്ഷേത്ര മൈതാനിയിലെത്തിയ ഈ സമയം വെളുപ്പിനെ 5 മണിയാണ്. 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. രാവിലെ ദർശനം നടത്തി മറ്റ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ നിന്ന് ഏറ്റുമാനൂര് തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ തിരുനക്കര ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മറ്റും ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോകാം. അതിൻ്റെ പ്രാധാന്യവും മറ്റും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ക്ഷേത്രവിശേഷം നമുക്ക് പങ്കുവെക്കാം. തിരുനക്കര മഹാദേവ ക്ഷേത്രം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം നഗരഹൃദയമായ തിരുനക്കരയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് അതിപുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ്. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. എങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 108 ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃശ്ശവിപേരൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം. തിരുവിതാംകൂർ പിടിക്കും മുൻപ് കോട്ടയവും സമീപ പ്രദേശങ്ങളും വാണിരുന്ന തെക്കുംകൂർ രാജാക്കന്മാരുടെ കുടുംബ ദൈവമാണ് തിരുനക്കരത്തേവർ എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ. പാർവതി സമേതനായിട്ടാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടാതെ ഉപദേവതകളായി ഗണപതി, അയ്യപ്പൻ, സുബ്രഹ്മണ്യൻ, ദുർഗ, വടക്കുംനാഥൻ, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രത്യേകം പ്രതിഷ്ഠകളുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിനു ചുറ്റും തേക്കിൻകാട് മൈതാനം പോലെ ക്ഷേത്രത്തിനടുത്ത് തിരുനക്കര മൈതാനവുമുണ്ട്. ദിവസവും അവിടെ പരിപാടികളും നടക്കാറുണ്ട്. കോട്ടയം വഴി കടന്നു പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ അല്ലാതെ കടന്നു പോകില്ല. മീനം, മിഥുനം, തുലാം എന്നീ മാസങ്ങളായി 3 കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവയിൽ മീനമാസത്തിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇത് കോട്ടയം നഗരത്തിന്റെ ദേശീയ ഉത്സവമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ 3 ഉത്സവങ്ങൾ കൂടാതെ കുംഭമാസത്തിലെ മഹാശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാശിവരാത്രി ദിവസം അന്ന് വെളുപ്പിനെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ശിവരാത്രി കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയണം. പിറ്റേ ദിവസം നേരം വെളുക്കുന്നതുവരെ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമാണ്. ശിവരാത്രിയിൽ തന്നെ ഭഗവാനെ ദർശിക്കാൻ സാധിച്ചു എന്നുള്ളത് മഹാപുണ്യമായിട്ട് കരുതുന്നു. പൊതുവെ ചെട്ടുളങ്ങരക്കാർക്ക് കുത്തിയോട്ടവും കുംഭഭരണിയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ശിവരാത്രി ദിവസങ്ങളിൽ മറ്റെങ്ങോട്ടും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. എന്നാൽ അപൂർവമായി വരുന്ന ശിവരാത്രി, കുംഭഭരണിക്ക് ശേഷം വരുന്ന അപൂർവ പ്രതിഭാസത്തിൽ ഈ വർഷം ഭഗവാനെ കോട്ടയം തിരുനക്കര ഉൾപ്പെടെയുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ദർശനം നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഭാഗ്യമായി കാണുന്നു. ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളൊക്കെ അതീവ ഭംഗിയുള്ളതാണ്. ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളും മറ്റും രാത്രിയിൽ ചിത്രീകരിച്ചതുകൊണ്ട് തന്നെ, നേരം വെളുക്കുന്നതിന് മുമ്പ് ചിത്രീകരിച്ചതുകൊണ്ട് തന്നെ അത്ര ഒന്നും ഭംഗി ഉള്ളതായിട്ട് നിങ്ങൾക്കൊരു പക്ഷെ തോന്നിയേക്കില്ല. എന്നിരുന്നാലും ഭഗവാന്റെ ഐതിഹ്യവും പ്രാധാന്യവും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിന്റെയും സ്ഥലത്തിന്റെയും ഒക്കെ ചരിത്രങ്ങൾ ഒരുപാട് ഉണ്ട്. മഹാരാജാവിന്റെ കാലത്ത് മഹാരാജാവിന് പ്രായാധിക്യം മൂലം വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം ഭഗവാൻ ഇവിടെ സ്വയം പ്രത്യക്ഷനായി എന്നാണ് ഐതിഹ്യം. മറ്റ് നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങൾ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സാധാരണ എല്ലാ ശിവക്ഷേത്രങ്ങളിലും നന്ദി പ്രതിഷ്ഠയുണ്ട്, ഇവിടെയും നന്ദി പ്രതിഷ്ഠയുണ്ട്. എന്നാൽ നന്ദിക്ക് പ്രത്യേക ഉപദേവതാ സങ്കല്പത്തിൽ നിവേദ്യം ഉൾപ്പെടെയുള്ള പൂജകൾ നടത്തുന്ന ക്ഷേത്രം ഇല്ല എന്ന് തന്നെ പറയാം. കോട്ടയം തിരുനക്കര ക്ഷേത്രത്തിലെ നന്ദിദേവന് ഉപദേവതാ സങ്കല്പത്തിൽ തന്നെ നിവേദ്യം വെച്ച് പൂജിക്കുന്ന സ്ഥിതിയുമുണ്ട്. അതിനൊക്കെ ഒരു കഥയും ഐതിഹ്യവുമുണ്ട്. ആ ഐതിഹ്യമാലയിൽ ആ കഥയൊക്കെ വിവരിച്ചിട്ടുമുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് കോട്ടയം തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ വിശേഷം കൂടുതലായിട്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് സംസാരിക്കാം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രവും അതിന്റെ വിശേഷങ്ങളും ദൃശ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്ന് അടുത്ത ക്ഷേത്രമായിട്ടുള്ള ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് യാത്രയാകുകയാണ്. നിങ്ങളെ എന്നോടൊപ്പം ഈ ക്ഷേത്ര ദർശനത്തിനായി ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ നിർത്തുന്നതിലേക്ക് കടക്കുകയാണ്.
തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തൊഴുത് ദർശനം കഴിഞ്ഞ് മടങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് നിരവധി ക്ഷേത്രങ്ങൾ, ഏറ്റുമാനൂർ, വൈക്കം, കടുത്തുരുത്തി, ചോറ്റാനിക്കര, അവിടെ നിന്ന് കൊടുങ്ങല്ലൂർ, ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ആ വീഡിയോകളൊക്കെ തുടർച്ചയായിട്ട് എത്തുന്നതാണ്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യവും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, പ്രയോജനപ്പെടുന്ന അറിവുകൾ ഇതിലൂടെ ഉണ്ട് എന്ന് കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.